നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക കിട്ടി, അതുകൊണ്ട് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ കഴുകി ചെറുതാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ച് കുറച്ച് ചെറിയുള്ളി, വേപ്പിൻ്റെ ഇല, 2 പച്ചമുളക്, 2 ഉണക്കമുളകും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ച ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതുകൊണ്ട് 2 എണ്ണം എടുത്തുള്ളൂ. അതെല്ലാം നമ്മൾ അതിലിട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം, ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക ചെറുതായി നുറുക്കി വെച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൈവിടാതെ അത് ഇളക്കി കൊണ്ടേയിരിക്കണം. അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് വേണേ നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കണേ, കൈവിടാതെ. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ നല്ലപോലെ റെഡിയായി. നമ്മൾ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി എടുത്തു. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ആയി. വെണ്ടയ്ക്ക നല്ലപോലെ ആയി. നമ്മളത് വെണ്ടയ്ക്ക തോരൻ റെഡിയായി. നമ്മൾ സർവിങ് പാത്രത്തിലാക്കി. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.